ആരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ട. മനസ്സിലായി? ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ബിസിനസ്സിൻ്റെ ഇപ്പോൾ എൻ്റെ അടുത്ത് പണ്ടൊരാൾ ഒരു ഫാമിലി വന്നാൽ, അപ്പോൾ അയാൾക്കൊരു 10-200 സ്റ്റാഫുണ്ട്. അപ്പോൾ വീട്ടിൽ ഭാര്യയുമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഇത്രയും വലിയ സ്ഥാപനമൊക്കെ നടത്തുന്ന ആളാണ്, വീട്ടിൽ വരുമ്പോൾ ഭാര്യ എൻ്റെ കണ്ണട കണ്ടില്ല എന്ന് പറഞ്ഞ് കലഹിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ അടുത്ത് അല്ലാണ്ട് ആരുടെ അടുത്ത് ചോദിക്കും? നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ അടുത്ത് അല്ലാണ്ട് ആരുടെ അടുത്ത് ചോദിക്കും? വേറെ ആരുടെയും ചോദിക്കാനില്ല. അപ്പോൾ നിങ്ങൾ 200 പേരുടെ സ്ഥാപനം നടത്തുന്നുണ്ടോ, ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല. സമാധാനത്തിൽ ഒരു വ്യക്തിയുമായിട്ടുള്ള സമ്പർക്കം സമാധാനത്തിൽ, ഭാര്യയുമായിട്ട് സത്യസന്ധമായിട്ട് ഒരു ജീവിതത്തിൻ്റെ ഭാഗത്തെ ഇത് തുടരത്തുള്ളൂ. അപ്പോൾ ആ വ്യക്തി വീട്ടിൽ വരുമ്പോ ഭാര്യനെ നിൽക്കാൻ പറ്റില്ലാത്തൊരവസ്ഥ. ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ്. ഞാൻ കണ്ടിട്ടുണ്ട് ബോംബെ മുനിസിപ്പാലിറ്റി എൻ്റെത്. അതായത് 10,000-കണക്കിന് സ്റ്റാഫ്, ഏറ്റവും സീനിയർ ആയിരുന്നു സ്റ്റാഫ്. എവിടെ വന്നാലും നടക്കുന്ന ആള് റിട്ടയർമെന്റ് വന്ന് വീട്ടിൽ വന്നിട്ട് 10 ദിവസത്തിനുള്ളിൽ അക്കൗണ്ട് ചെയ്ത് വീട്ടിൽ നിന്ന്. അതെ, കാരണം ഭാര്യ മോന് ഒന്നും ആള് പറഞ്ഞവർക്ക് പ്രശ്നം കണ്ടോ? അതെ. അപ്പൊ സത്യസന്ധമായിട്ട് അവര് ഭാര്യ മോന് സ്വാഭാവികമായ ജീവിതം ജീവിക്കുന്നു. പക്ഷെ മറ്റോടത്തും ഒക്കെ അനുസരിപ്പിച്ചിട്ടുള്ള ആ ഒരു ഉദ്യോഗസ്ഥ തലത്തിനാണ് വരുന്നത്. അതെ, ഇവിടെ അനുസരിക്കുന്നില്ല എന്ന് തോന്നാണ്. അതെ. അപ്പൊ സത്യസന്ധതയുടെ എത്തുമ്പോൾ നമ്മൾ അവിഹിതമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സർവ്വ ബന്ധങ്ങളും തകർന്നു പോകും. നമുക്ക് ഹിതമല്ലാത്തത് ഒന്നും നമ്മുടെ കൂട്ടത്തിലുണ്ടാകില്ല. അപ്പം എനിക്ക് അർഹതയില്ലാത്തതാണെങ്കിൽ എൻ്റെ അടുത്ത് ഇരിക്കലൊന്നും, അർഹതയുള്ളത് എൻ്റെ കൂട്ടത്തിലുണ്ടാവും. അത് ഞാനായിട്ടെടുത്ത തീരുമാനമൊന്നുമല്ല. ഞാനായിട്ടെടുത്ത തീരുമാനം ശരിപ്പെടുത്താൻ വേണ്ടിയിട്ട് കിടന്ന് ചക്രശ്വാസം വലിക്കും. പക്ഷേ കഷ്ടപ്പെട്ട് രോഗം വന്ന് ചത്തുപോകത്തേ ഉള്ളൂ. എൻ്റെ അടുത്ത് ഇപ്പം എനിക്ക് പ്രേമകൃഷ്ണൻ്റെ പായസം കുടിക്കാൻ യോഗ്യത ഉണ്ടെങ്കിൽ അത് കുടിച്ചിരിക്കും. മനസ്സിലായ? അത് പ്രേമകൃഷ്ണൻ ഉണ്ടാക്കി തരുന്നതല്ല. മനസ്സിലായ? തീർച്ചയായിട്ടും. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറേ നാളുകൾ ശരിക്കും അധ്വാനിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയത്. കാരണം അത്രയും പുണ്യം ചെയ്തിട്ടാണ് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന്, കാരണം ഞാനുണ്ടാക്കിയ സ്വത്ത്, ബിസിനസ്, ലക്ഷങ്ങൾ മാസം വരുമാനമുള്ളത് കയ്യിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഞാൻ ശരിക്കും പണിതിട്ട് അത് ഒഴിവാക്കാൻ പറ്റിയത്. അത് ഒഴിവാക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ല. കാരണം അത് ഒഴിവാക്കണമെങ്കിൽ ആ ഒഴിവാക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയതല്ലേ. ആ ഞാനുണ്ടാക്കിയെന്നുള്ള ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് വിനയത്തിൽ എത്തുമ്പോഴാണ് ആ ഭാഗത്തുനിന്ന് മോചനം കിട്ടുന്നത്. എൻ്റെ ഭാര്യ മക്കൾ ഇത് ഞാനാണ് നോക്കേണ്ടത്. എവിടെ എൻ്റെ ഭാര്യ മക്കളെന്ന് പറഞ്ഞ് നോക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെ ഒരു ഭാര്യയും മക്കളും ആർക്കും ഇല്ല. പക്ഷെ എൻ്റേതാണെന്ന് അവകാശം പറയാൻ ആരുമില്ല. ഇതെല്ലാവരുടേതുമാണ്. ഇത് എൻ്റേതെന്ന് പറയുന്നിടത്ത് മാത്രമാണ് ഈ പ്രശ്നം വരുന്നത്. നമുക്ക് ആശങ്ക വരികയും നമ്മൾ പുറത്തോട്ട് പോയി എന്നാൽ എൻ്റെ ഭാര്യയൊക്കെ എന്തെങ്കിലും സംഭവിക്കുക, എൻ്റെ ഭാര്യയെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ അവളെ വേദനിപ്പിക്കുകയോ, ഇത് നമ്മളിരുന്നുകൊണ്ട് ചിന്തിച്ച് നമുക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കുക. അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം എന്താണ്? ഞാൻ ഉത്തരവാദിത്വം എന്തുകൊണ്ട് എടുത്തു? അവിടെ ഞാനൊരു പ്രവൃത്തി ചെയ്താൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്ത് ഉത്തരവാദിത്വം? എന്നെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി എന്താണ്? ആ ശക്തിയല്ലേ അവിടെ തീരുമാനിക്കുന്നത്. പ്രേമകൃഷ്ണൻ ചലിക്കാൻ കാരണമുണ്ട്. അല്ലെങ്കിൽ പ്രേമകൃഷ്ണനോട് ഞാൻ ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. പ്രേമകൃഷ്ണൻ എന്തിനാ അങ്ങനെ ചെയ്ത്? പ്രേമകൃഷ്ണൻ എന്തിനാ എനിക്ക് പായസം വിളിച്ചു തരാത്തത്? അങ്ങനെയൊരു വിഷയമില്ല. മനസ്സിലായ? ആരും ആരുടേതായിട്ടുള്ള തന്നെത്താനുള്ള തീരുമാനത്തിലല്ല കാര്യം നടക്കുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ഒരു കാര്യം നടക്കുന്നേ ഇല്ല. ഇപ്പം നടക്കാനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തുക. അതിനാണ് വിവേകം എന്ന് പറഞ്ഞത്. അതാണ് വിവേകം. അത് ഭയങ്കര സിമ്പിളല്ലേ. സിമ്പിൾ ആകാത്ത എന്തുകൊണ്ടാണ്? ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനാണ് ഇവിടെ സമൂഹം എന്ന് പറയുന്നത്. സമൂഹം എന്ന് പറയുന്നത് പ്രപഞ്ചത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. മനസ്സിലാവും? ഞങ്ങളിവിടെ നടക്കും. അവിടെയാണ് സയൻസ് വരുന്നത്. അതുകൊണ്ടാണ് ശാസ്ത്രലോകം എന്നും പറഞ്ഞ് ശാസ്ത്രം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ മനുഷ്യൻ രക്ഷപ്പെടും. അങ്ങനെ എന്തോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാം. ഈ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോ
എന്നെ എൻ്റെ കുടുംബത്തിനോടോ അല്ലെങ്കിൽ എൻ്റെ പത്നി ഇല്ല നാളെ വരികയാണെങ്കിൽ, അപ്പൊ ഈ കമ്മിറ്റ്മെന്റ് നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങളായി മാറുന്നുണ്ട്. അതായത് നമ്മൾ കൂടുതലായിട്ട് അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ നമുക്ക് അവരെ വിട്ടിട്ട് പോകാനോ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോ എന്താണ് ഇതിന് ചെയ്യേണ്ടത്? അപ്പൊ നമുക്കാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നിത്യകാര്യങ്ങൾ ചെയ്യാതിരിക്കാനും പറ്റില്ല. ഉദാഹരണത്തിന് നമുക്ക് വിദേശത്ത് പോകാൻ നല്ലൊരു ജോലിയുടെ ആവശ്യത്തിന്, പക്ഷെ അതേസമയം നമുക്ക് ഇവരെ വിട്ടിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ചില മാനസിക പ്രയാസം, അപ്പൊ അതൊന്നും നമുക്ക് മുക്തി കിട്ടണം. എന്താ ചെയ്യാ? അതെ, നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്താണ്? ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ ആത്മാർത്ഥതയിൽ എവിടെയാണ് കഷ്ടപ്പാട്? ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ കാര്യങ്ങൾ തെളിഞ്ഞു കാണും. ആത്മാർത്ഥത എന്ന് പറയുന്നത് എന്താണ്? ആത്മാർത്ഥത ഇത് ഇപ്രകാരം രൂപം കൊള്ളാനുള്ള കാരണമാണ് ആത്മാർത്ഥത. ആത്മാർത്ഥത ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ, അവിടെ വിഷമമില്ല, അവിടെ ആത്മാർത്ഥ എന്ന് പറയുകയും ചെയ്യും, മനസ്സിലായ? പക്ഷെ ആത്മാർത്ഥതയുടെ പൊടി പോലും തൊട്ടിട്ടില്ല. അതെ, അത് ഇഷ്ടമാണ്. ഇല്ല, ഉണ്ടാകത്തില്ല. മറ്റേത് ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറഞ്ഞാൽ സിമിലാരിറ്റിയാണ്, ലൈക്കാണ്. അത് റെസണേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. അത് പരസ്പരമുള്ള അവിടെ ഒരു വൈബ്രേഷൻ്റെ ഭാഗത്താണ് ഇഷ്ടങ്ങൾ വരുന്നത്. അത് കാലത്തിൻ്റെതാണ്. അതെപ്പോഴും കാലത്തിന് ഒരു വൈബ്രേഷൻ ഉണ്ട്, മനസ്സിലായി? അപ്പോൾ കാലത്തിൻ്റെ ക്രമത്തിനെ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ കാലാതീതമായിട്ടുള്ള അവിടെയാണ് ആത്മാർത്ഥത വരുന്നത്, കാലത്തിന് അതീതമായിട്ടുള്ളത്. അപ്പോൾ പിന്നെ അവിടെ ബന്ധനമില്ല, ബന്ധനത്തിന് യാതൊരു വകുപ്പുമില്ല. വളരെ പവർഫുള്ളാണ്. കാരണം എത്ര കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും ഈ അത്യാധുനികതയ്ക്ക് യാതൊരു മങ്ങലും ഏൽക്കത്തില്ല. സനാതനത്തിന് യാതൊരു മങ്ങലും ഒരിക്കലും വരുന്നില്ല. സനാതനം, നിത്യം നശിച്ചു പോകുന്ന ആരെങ്കിലും ശാരീരിക സാമീപ്യം ആവശ്യമെന്ന് തോന്നുന്നില്ല. നമ്മളിപ്പോൾ ക്ലബ് റൂമിലോ ഇരിക്കുന്നവരെങ്കിൽ നമുക്ക് നല്ലൊരു സ്നേഹമുണ്ട്, നല്ല ബന്ധമുണ്ട്. ഒരു മോണിറ്ററി ബെനിഫിറ്റ് ആഗ്രഹിക്കാതെ തന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ, നല്ലവരായ ആൾക്കാർ. നമ്മൾ പലപ്പോഴും ഒരിക്കലും ഫിസിക്കൽ വിസിനിറ്റി വരാത്ത എത്ര ആൾക്കാരുണ്ട്, അല്ലേ? ആത്മാർത്ഥമായ സ്നേഹം എത്ര ദൂരെയാണെങ്കിലും അത് അവരുടെ മുകളിൽ പ്രവഹിച്ചുകൊണ്ടേ. തീർച്ചയായിട്ടും. ചന്ദ്രൻ്റെ ഭ്രമണത്തിൽ കൂടി സഞ്ചരിക്കുന്നു. അതുപോലെ നമ്മുടെ ശരീരം എടുത്തു കഴിഞ്ഞാൽ രക്തഓട്ടം, രക്തത്തിൻ്റെ കുഴലുകൾ അത് എപ്രകാരം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു, അതിലൂടെ രക്തം സഞ്ചരിച്ചല്ലേ പറ്റത്തുള്ളൂ. ഇടയ്ക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൂട്ടിയാൽ, ഒരു റബ്ബർ ബാൻഡ് ചെറുതായിട്ട്. അതായത് ഒരു സാഹചര്യം ഞാൻ പറയാം. അതായത് നമ്മളിപ്പോ നമ്മുടെ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ നമ്മുടെ അമ്മയായിക്കോട്ടെ, അപ്പൊ അവര് ശാരീരികമായി വയ്യാതിരിക്കുന്ന ഒരു സമയം. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് വീട്ടിൽ ആരുമില്ല, പക്ഷെ നമുക്കാണെങ്കിൽ ജോലിയുടെ കാര്യമായി പുറത്തോട്ട് പോകണം. അപ്പൊ നമ്മളിവിടെ മറ്റുള്ള ഒരു ജോലിക്കാരെ നമ്മൾ ഏൽപ്പിക്കുന്നുണ്ട്, ഇവിടെ വീട്ടിലെ അമ്മയെ നോക്കാൻ, ടേക്ക് കെയർ ചെയ്യാൻ. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിലൊരു ഭയം ഉണ്ടാവും, എന്തെങ്കിലും സംഭവിക്കുന്നു, കാര്യം പ്രായം ഒരുപാടായി എന്നുള്ള. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ നമ്മൾ ഈ ഒരുപാടായിട്ടുള്ള നമ്മുടെ ഈ ആത്മാർത്ഥത നമുക്ക്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ദേഹാർത്ഥമായ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എനിക്കത് എനിക്കത് അത്രത്തോളം നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്നേഹം, അത് നമുക്ക് ഫോണുണ്ട്, ഇന്നിപ്പോ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആ ഫോണ് വഴി ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷെ എന്നാലും നമ്മുടെ ഒരു സമീപനം, ഒരു പ്രസൻസ് എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എനിക്കിതൊരു ഈ ഇത്തരത്തിലുള്ള കമ്മിറ്റ്മെന്റുകൾ എനിക്ക് പ്രശ്നമായി മാറുന്നുണ്ട്. അപ്പൊ അത് ഇത്രത്തോളം നമുക്ക് അത് വേണ്ട കാര്യം, അതിന്റെ ആവശ്യമില്ലല്ലോ. അത്രയ്ക്ക് നമ്മൾ അതിന്റെ ഇതിന്റെ ആവശ്യം. കാര്യം എല്ലാരും വയസ്സാവുന്ന ചാവും, ഞാനും ചാവും, എല്ലാരും ചാവും. എല്ലാവരുടെ അവസ്ഥ കുറേശ്ശെയൊക്കെ നമ്മള് കൺട്രോൾഡ് ആയിരിക്കണം പല കാര്യങ്ങളിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് വരാൻ നമ്മൾ എന്ത് ചെയ്യണം? അതായത് ഇപ്പം നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ പ്രവർത്തന മണ്ഡലത്തെ പരിശോധിച്ചാൽ, അതിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ ഉണ്ടാക്കിയാൽ, നമ്മളിപ്പോൾ എങ്ങോട്ട് പോയാലും തിരിച്ചു വരുന്നൊരു പോയിൻ്റുണ്ട്. എവിടെ പോയാലും തിരിച്ചൊരു ഭാഗത്തോട്ട് തിരിച്ചു വരും.
ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ച് വീട്ടിലോട്ട് വരും, അങ്ങോട്ട് പോയാൽ തിരിച്ച് ഇങ്ങോട്ട് വരും. എവിടെ എങ്ങോട്ടാണ് വരണത്? ഈ തിരിച്ചു വരവ് എങ്ങോട്ടാണ്? എന്താണ് ഈ തിരിച്ചു വരവിൻ്റെ ഉദ്ദേശം? എന്താണ്? അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇത് ഭൗതിക തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ വീട്ടിലാണ്, പക്ഷേ ഈ വീട്ടിലല്ല എൻ്റെ നിപ്പ്, വീട്ടിലല്ല. ഞാനെന്ന് പറയുന്ന ഒരു ആത്മബോധത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ നിന്നാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇതാണ് എൻ്റെ കാര്യം. എവിടെയാണ്? ആത്മബോധത്തിലാണ് കാര്യമുള്ളത്. പക്ഷെ ഈ ആത്മബോധത്തെ കാണാതെ ശരീരമാണ്. കമന്റിൽ വന്നിരിക്കുന്ന രജനി എന്ന് പറയുന്ന ഒരു സഹോദരി പറയുന്നത്, നല്ല ചോദ്യം, എങ്ങനെ അമ്മയെ നോക്കാതിരിക്കാവുന്നത്? ഞാൻ ഒരിക്കലും സഹോദരി, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ കാര്യങ്ങൾ, ഞാൻ അമ്മ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. നമ്മളെ ഭാര്യയാവാം, അല്ലെങ്കിൽ മക്കളാവാം, അല്ലെങ്കിൽ അമ്മയാവാം. അപ്പൊ ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷന് വേണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ്, അല്ലാതെ ഒരിക്കലും രജനി പറഞ്ഞതും കറക്റ്റാണ്. പറയുന്നത് ഒരിടത്ത് ജോലി, വരുമാനം, അത് ഇവിടെ അമ്മ എന്നൊരു നമ്മളുടെ ഒരു ഭയങ്കര ബന്ധത്തിൽ അമ്മ ഒറ്റയ്ക്കാണെന്നുള്ളത് ഒരു ഭയങ്കര ആ ബന്ധത്തിന് ആ ഒരു ബന്ധം ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അമ്മ എന്ന് പറഞ്ഞത്. അതെ അതെ അതെ. രണ്ടറ്റം കൂട്ടിമുട്ടിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സമസ്യ എങ്ങനെ പൂരിപ്പിക്കണം എന്നാണ് ചോദ്യം. അതെ, അതിന് തന്നെയാണ് ഞാൻ വിട്ടാൽ വരുമാനം ഉണ്ടാവില്ല, പ്രശ്നം വരും. അതല്ല, ആ ജോലി വിട്ട് അമ്മയെ വന്ന് നോക്കുകയാണെങ്കിൽ ആ ജോലിയുടെ സാമർത്ഥ്യ, ഈ അമ്മയെ നോക്കാൻ നിന്നാൽ ഇവിടെ പ്രശ്നം. ബ്രാൻഡിന്റെ ഇതൊരു വലിയ സമസ്യയാണ് സമൂഹത്തിൽ. അതെ അതെ. അപ്പൊ ഇതിന്റെ പരിഹാരം എന്താണ്? ഒരു ബന്ധം, നല്ലൊരു ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തികൾ സഫർ ചെയ്യുന്നതാണ്. ഇതിന്റെ പരിഹാരം എന്താണ്? അല്ല കലീക്കെ അല്ല, കലീക്ക് പറഞ്ഞ ചോദ്യത്തിന്റെ, കലീക്ക് ഉന്നയിച്ച വിഷയത്തിന്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ഞാൻ തരാം. അമ്മയെ നോക്കാതിരിക്കാൻ എനിക്ക് എന്ത് കഴിവുണ്ട്? എന്താണ് എനിക്ക് അമ്മയെ നോക്കണമെന്നുള്ള ഉത്തരവാദിത്തം എങ്ങനെയാണ് ഉണ്ടായത്? കാരണം അമ്മ അവിടെ അമ്മയായിട്ട് നിൽക്കാൻ കാരണമായിട്ടൊരു വ്യവസ്ഥയായിട്ട് എനിക്ക് ബന്ധമില്ലാത്തതുകൊണ്ടാണ്. അമ്മ അമ്മയാകാനുള്ളൊരു കാരണമായിട്ട് ഉള്ള ബന്ധമാണ് എൻ്റെ ശ്രദ്ധയിൽ വരേണ്ടത്. അപ്പോഴല്ലേ ഞാനാകാനുള്ള കാരണത്തെ കാണത്തുള്ളൂ. അതുകൊണ്ട് അമ്മയെ ഞാൻ നോക്കിക്കൊള്ളാം, നടക്കത്തില്ല. അമ്മയെ എനിക്ക് നോക്കാൻ പറ്റത്തില്ല. അമ്മയെ ഞാൻ വിചാരിച്ചാൽ അമ്മയെ സ്വസ്ഥമായിട്ട് നിലനിർത്താൻ പറ്റത്തില്ലെന്നുള്ള ബോധ്യത്തിലോട്ടാണ് ഞാൻ വളരേണ്ടത്. അതാണ് അമ്മയായിട്ടുള്ള ബന്ധത്തിൻ്റെ ശരി. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം അല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉത്തരവാദിത്തം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഇമോഷൻസും നമ്മൾ കൺട്രോൾഡ് ആയിരിക്കണം. അതാണ് ഞാൻ. അപ്പൊ ഞാൻ ഇത്തരം സന്ദർഭങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത്, ഞാൻ വല്ല പട്ടിയെ പൂച്ചയൊക്കെ ആയി ജനിച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോ നമുക്ക് ഇങ്ങനത്തെ വിചാരങ്ങൾ ഇല്ലല്ലോ. അതിന് സെബാസ്റ്റ്യൻ സാർ പറഞ്ഞ മരുന്ന് തന്നെയുള്ളൂ. കാരണം വെച്ചാൽ അമ്മയായി നിൽക്കാനുള്ള ഒരു കാരണം ഈ പ്രപഞ്ചം, കലീക്കായി നിൽക്കാനുള്ള ഒരു കാരണം. ആ കാരണമാണ് ഓരോ വ്യക്തിയെ നിലനിർത്തുന്നത്. അതിൽ ഈ വ്യവഹാര തലത്തിൽ ഇപ്പോൾ നമുക്ക് തോന്നുകയാണ്, ഞാൻ എൻ്റെ അമ്മയെ നോക്കണം, ഞാൻ എൻ്റെ ഭാര്യയെ നോക്കണം, ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കണം. അതൊരു വ്യവഹാരിക സത്യമാണ്. അതിലാണ് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു സമസ്യ. പക്ഷെ പരമാർത്ഥിക തലത്തിൽ സെബാസ്റ്റ്യൻ സാർ പറഞ്ഞ തലത്തിൽ ഓരോ വ്യക്തിയും ആ വ്യക്തി നിലനിൽക്കുന്നതിൻ്റെ പ്രപഞ്ചത്തിൽ അതിൻ്റെതായ ഒരു ഗുണം, ഒരു റീസൺ, കാര്യകാരണങ്ങളുണ്ട്. ആ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ മാത്രമാണ് അതിനെ നിലനിർത്തുന്നത്. അതിൽ നമ്മളെ കർത്തൃത്വത്തിന് യാതൊരു പ്രസക്തിയില്ല എന്നുള്ളത് പരമാർത്ഥിക സത്യം സെബാസ്റ്റ്യൻ സാർ പറയും. പക്ഷെ കലിക്ക് കയറുന്ന പോയുള്ളത് വ്യവഹാരിക സത്യത്തിലാണ്. മകനായ അമ്മയെ നോക്കണ്ടേ, അതോടൊപ്പം ജോലി ചെയ്യണം. അപ്പൊ അവിടെ ഒരു ഇമോഷൻസ്, അങ്ങനെ ഇമോഷൻസ് വ്യവഹാരത്തിൽ തട്ടിക്കളഞ്ഞുകൊണ്ട് കാര്യമില്ല. അതൊരു ഒളിച്ചോട്ടമാണ്. വ്യവഹാരത്തിൽ നിങ്ങൾക്ക് അമ്മയോട് ബന്ധമുണ്ടെങ്കിൽ
അത് നിങ്ങളിൽ അമ്മയെ നോക്കാൻ പറ്റാത്ത കുറ്റബോധം നിങ്ങളുടെ എപ്പോഴും ഉണ്ടാവും. അതെ. അപ്പൊ ഞാൻ കുറച്ചും കൂടി എനിക്ക് കുറച്ചും കൂടി വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഇത് കിട്ടുകയാണെങ്കിൽ എനിക്ക് സൗകര്യമായിരുന്നാണ് എൻ്റെ ഒരു കാര്യം. ഞാൻ കുറച്ച് ഈ ആത്മീയ തലത്തിലൊന്നും അങ്ങനെ പോകാത്തതുകൊണ്ട് കുറച്ചും കൂടി ലളിതമായിട്ട് ഒരു ഒറ്റ വാക്കിലോ അല്ലെങ്കിൽ പറയണമെങ്കിൽ വ്യവഹാരത്തിലെ നിൽക്കുന്ന വെച്ചാൽ കുറച്ച് പൈസ പെട്ടെന്ന് സമ്പാദിച്ചുകൊണ്ട് ആ ജോലിയിൽ നിന്ന് VRS വാങ്ങിയിട്ട് അമ്മയുടെ ശിഷ്ടകാലം അമ്മയോടൊപ്പം ഒറ്റ വാക്കില് അമ്മയോട് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഫാക്ടർ മാത്രമല്ല ഞാൻ പറഞ്ഞു. ഞങ്ങളെ കുടുംബം ആയിക്കോട്ടെ, എനിക്ക് പൊതുവേ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന സംഗതി അത് നമുക്ക് വല്ലാണ്ട് ഇതാവുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നും ഉള്ള ഒളിച്ചോട്ടമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ സുഹൃത്തെ നിങ്ങള് അല്ല, ആദ്യമേ നിങ്ങൾ ഒരബദ്ധം പറഞ്ഞ്, അതായത് ഈ ജന്മം പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ ആകാമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ തീരുമാനത്തിൽ അവിടെ ഒരു ഒളിച്ചോട്ടം സംഭവിച്ചിരിക്കുന്നു. ഈ ജന്മത്തെ തന്നെ നിങ്ങൾ നിഷേധിച്ചിരിക്കുന്നു. പിന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എല്ലായിടത്തും ഒരു നിഷേധം ആയിട്ടുള്ളൊരു ഭാഗം വരും. ആദ്യം അവിടെയാണ് നല്ല പട്ടിയായിട്ട് പൂച്ചയായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അങ്ങനെ ജനിക്കണമെന്നില്ല. പക്ഷെ വിചാരങ്ങൾ ഇല്ലാത്ത, അതായത് ഇമോഷൻസ് ഇല്ലാത്ത സുഹൃത്തെ നിങ്ങളുടെ അല്ല, ആദ്യം നിങ്ങളുടെ ജന്മത്തെ നമ്മൾ പറയുന്നു പട്ടി ഇത് കഴിക്കുവോ, പട്ടി അത് എടുത്തിട്ട് വരുമോ എന്ന് പറയുമ്പോൾ പട്ടി അത് അനുസരണയോടുകൂടി നിൽക്കുന്നുണ്ട്. അതേസമയം പക്ഷെ പട്ടിക്ക് സങ്കടം ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഖലീക്കെ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ജനിക്കാൻ കാരണമായിട്ടുള്ള വ്യവസ്ഥയെ നിങ്ങൾക്ക് സ്തുതിക്കാതെ ഇരിക്കാൻ പാടില്ല. നിങ്ങൾ ജനിക്കാൻ കാരണമായിട്ടുള്ള വ്യവസ്ഥയെ സ്തുതിക്കാതെ നിങ്ങൾക്കൊരു ചുവട് മുന്നോട്ട് സ്വസ്ഥമായിട്ട് വെക്കാൻ പറ്റത്തില്ല. ഏതൊരു വ്യക്തിയുടെയും സ്വസ്ഥതയുടെ അടിസ്ഥാനം ഇപ്പോൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഭാഗം മുഴുവനുള്ളത്. അതിൽ നിന്ന് അണുവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ചിന്തിക്കാനുള്ള ഒരവകാശവും ആർക്കുമില്ല. അപ്പം അവനവനായിരിക്കുന്ന അവസ്ഥയുടെ സവിശേഷതയെ സ്തുതിക്കുമ്പോൾ അപ്രകാരമാകാനുള്ള സ്രോതസ്സുമായിട്ടുള്ള ബന്ധം അവിടെ ഉണർന്നു വരും. അതിൻ്റെ തുടർച്ചയാണ് ജീവിതം. നമ്മളെ ചലിപ്പിക്കുന്ന ശക്തിയാണ് നമ്മളെ നിലനിർത്തുന്നത്. അവിടെ ഞാൻ നടന്നിട്ടല്ല, ഞാനെടുത്ത തീരുമാനമല്ല ഞാനിങ്ങനെ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. എൻ്റെ ഉത്തരവാദിത്തമല്ല ഞാനിങ്ങനെ സംസാരിക്കുന്നത്. എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നതും ഞാൻ ഇപ്രകാരം സംസാരിക്കണം എന്നുള്ളതും എൻ്റെ തീരുമാനമല്ല. ഇതാണ് ഇതിൻ്റെ ലക്ഷണം, ഇതാണ് ഇതിൻ്റെ സ്വഭാവം, ഇതിൻ്റെ സ്വഭാവം ഇതാണ്. ഒരു മുല്ല പൂത്താൽ മുല്ലപ്പൂവിൻ്റെ മണവേ വരത്തുള്ളൂ, അല്ലാതെ ചെമ്പരത്തിപ്പൂവിൻ്റെ മണം ഉണ്ടാകത്തില്ല, റോസപ്പൂവിൻ്റെ മണം ഉണ്ടാകത്തില്ല. അപ്പോൾ ഏതൊരു സംഭവം നമുക്കറിയാം, മലത്തിൻ്റെതായിട്ടുള്ള ഒരു നാറ്റം ഉണ്ടാകും. അതങ്ങനെയാണ്. അല്ല ഒന്നും വൃത്തികേടല്ല. അത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള തനതായിട്ടുള്ള സ്വഭാവമുണ്ട്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള തനിമയുണ്ട്. അപ്പം നമ്മുടെ തനിമ എന്താണ്? അവനവനാകാൻ കാരണമായിട്ടുള്ള വ്യവസ്ഥ, അതിൻ്റെ ആ പ്രകാരമുള്ള അവസ്ഥയിലിരിക്കുമ്പോൾ ഇവിടെ കാണുന്ന എല്ലാം വൃത്തിയാണ്. വൃത്തി എന്ന് പറയുന്നത് അത് എപ്രകാരമാണ് അത് നിലനിൽക്കുന്നത്, അതിൽ വർദ്ധിക്കുന്നു, അതിൽ നിലനിൽക്കുന്നു, അതാണ് വൃത്തി. വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞാൽ അവനവനായിരിക്കേണ്ട അവസ്ഥയിൽ നിലനിൽക്കാത്തവനാണ് വൃത്തികെട്ടവൻ. അവൻ നിലനിൽക്കത്തില്ല, അവനെപ്പോഴും അസ്വസ്ഥത ഉണ്ടാകുന്നു. അസ്വസ്ഥത ഉണ്ടാകുന്ന ആർക്കാണ്? വൃത്തികെട്ടവനാണ് അസ്വസ്ഥത ഉണ്ടാകുന്നത്. അവനവനെ സൃഷ്ടിക്കാൻ കാരണമായിട്ടുള്ള വ്യവസ്ഥയുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് അവന് മനപ്രയാസം, അശ്ലീലം, അവന് മനപ്രയാസമുണ്ടാകുന്നു. ഉത്തരവാദിത്വ ബോധം എന്ന് പറയുന്നതിൽ അവന് ആത്മാർത്ഥതയില്ല. എൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ഞാനാകാനുള്ള കാരണവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞു. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം പ്രപഞ്ചത്തിൻ്റെ സമസ്തതയും ഹ്യൂമിലിറ്റിയോടും തല കൊമ്പോട്ട്
തീർച്ചയായിട്ടും വ്യവഹാര തലത്തിൽ അതിന് പല പേരൊക്കെ സമൂഹത്തിൽ ഇന്നുണ്ടാവാം. നമ്മുടെ ശരീരത്തിന്റെ മുന്നിലായിരിക്കാം, ചിലവർ ഈശ്വരന്റെ മുന്നിലായിരിക്കാം, പല പേരൊക്കെ വിളിക്കാം. എന്നുവെച്ചാൽ അതിന്റെ ആ പേര് വിളിക്കുന്നതൊക്കെ നമ്മൾക്ക് കാരണമായതെന്ന് വിശേഷിപ്പിക്കുന്നതിനെയാണ്. അപ്പൊ ഈശ്വരനാണെങ്കിലോ നമ്മളുടെ സെൽഫ് അല്ലെങ്കിൽ ബോധമാണെങ്കിലോ എന്തായാലും പല പേരിട്ട് വിളിച്ചാലും ആ ഒന്നിന്റെ മുന്നിൽ വിനയപൂർവ്വം തല കുമ്പിടാതെ അല്ലെങ്കിൽ വളരെ വന്നിച്ചുകൊണ്ട് മാക്സിമം എന്നുവെച്ചാൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ബഹുമാനത്തോടും കൂടി നിൽക്കാണ്ട് നിങ്ങൾക്ക് ഒരു വഴിയും തെളിയില്ല പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മളിപ്പോ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിനെ ഓർത്തുപോലുമില്ല, ഒരു നിമിഷം സ്മരിക്കുന്ന പോലുമില്ല, അതിനെ സാന്നിധ്യത്തെ അറിയുന്ന പോലുമില്ല. അതായത്